സാർ, തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറിന്റെ അനുഭവത്തിൽ ജീവിതത്തിൽ ആദ്യമായ വോട്ട് രേഖപ്പെടുത്തിയത് എപ്പോഴായിരുന്നു? ആ മണ്ഡലത്തിൽ അന്നത്തെ സ്ഥിതിഗതി എങ്ങനെയായിരുന്നു? ഞാൻ 1972 എനിക്ക് 21 വയസ്സായി. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാനൊരു അവസരം അപ്പോൾ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ 1970-നും 77-നും ഇടയ്ക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും നടന്നില്ല. ഒന്ന് അച്യുതമേനോൻ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കി, മറ്റൊന്ന് അടിയന്തരാവസ്ഥ കാരണം അസംബ്ലിയുടെ കാലാവധി നീട്ടിക്കിട്ടി. അങ്ങനെ 77-ലാണ് ആദ്യത്തെ എനിക്കൊരു അവസരം വന്നത്. പക്ഷേ ഞാൻ 77 അന്ന് ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിരുന്നു. ആ സമയത്ത് എനിക്ക് അവിടെ ഇലക്ഷൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഇതിനു വേണ്ടി വന്ന് വോട്ട് ചെയ്യാനോ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിൻ്റെ അന്നത്തെ നടപടിക്രമങ്ങളുടെ താല്പര്യക്കുറവ് കൊണ്ട് ഞാൻ ആ 77 ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല. പക്ഷേ തൊട്ടു പിറകിൽ തന്നെ 1978 കഴക്കൂട്ടത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ കഴക്കൂട്ടത്തുകാരനല്ല, തിരുവനന്തപുരത്ത് വഴുതക്കാടിനടുത്ത് ഇടപ്പഴിഞ്ഞാണ് എൻ്റെ നാട്. പക്ഷേ കഴക്കൂട്ടത്ത് കാര്യവട്ടത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് റിസർച്ച് ചെയ്യുമ്പോഴാണ് കോളേജിലേക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അന്ന് ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് അവിടെ എനിക്ക് വോട്ടർ രജിസ്ട്രേഷൻ വന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് എനിക്ക് വോട്ടുണ്ടെന്നുള്ളത് കൃത്യമായി അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് ഞാൻ 1978 ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്നു. അന്ന് വളരെ പ്രബലമായൊരു മത്സരമാണ്. AK ആൻ്റണി അസംബ്ലി അംഗമല്ലായിരുന്നു. പക്ഷേ കരുണാകരനും AK ആൻ്റണിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് രാജൻ കേസിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ കരുണാകരന് 1 മാസം കഴിഞ്ഞ് അധികാരം നഷ്ടപ്പെടുകയും പെട്ടെന്ന് അസംബ്ലിയിൽ അംഗമാകാൻ താല്പര്യമില്ലാത്ത AK ആൻ്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കഴക്കൂട്ടത്തിനൊരു മുഖ്യമന്ത്രിയെ ദാനം ചെയ്യാൻ AK ആൻ്റണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ചുവരെഴുത്തായിരുന്നു അന്നത്തെ പ്രധാനമായിട്ടുള്ളത്. ഞാൻ ചിറ്റൂർ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ലീവ് എടുത്ത് കഴക്കൂട്ടത്ത് വന്ന് വോട്ട് ചെയ്തു. അതാണ് അന്ന് പെരുപ്പങ്കോട് ശ്രീധരൻ നായരും AK ആൻ്റണിയും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമായിരുന്നു. അന്ന് 8000-ൽ പരം വോട്ടുകൾക്ക് AK ആൻ്റണി വിജയിക്കുകയും ചെയ്തു. ആദ്യമായി വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചോ തോറ്റോ? ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചു. പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. അതെ, 16ാം അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതെ, 17 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 1965 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ആ ഇലക്ഷൻ തന്നെ അസാധുവായി പോയി. കാരണം ആരും ഗവൺമെൻറ് ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് 1965 തെരഞ്ഞെടുപ്പ് അസാധുവായി. അതിനെ ഡിസോൾവ് ചെയ്തു. അസംബ്ലി കൂടാതെ തന്നെ ഡിസോൾവ് ചെയ്തു. അങ്ങനെ 17 തെരഞ്ഞെടുപ്പാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് 17ാമത്തെ തെരഞ്ഞെടുപ്പ്. പക്ഷേ അസംബ്ലി 16ആണ്. 65 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതിനെ അബോർട്ടീവ് ഇലക്ഷൻ എന്ന് പറയും. അങ്ങനെ 16ാമത്തെ അസംബ്ലിയുടെ ഇലക്ഷൻ, പക്ഷേ 17ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും വോട്ടർ എന്നുള്ള നിലയിലും തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധൻ എന്നുള്ള നിലയിലും പല രീതിയിൽ സാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. അതെ, ഈ തെരഞ്ഞെടുപ്പില് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് മൂന്നാമതൊരു മുന്നണി സജീവമായി രംഗപ്രവേശം ചെയ്തു. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പേര് പറഞ്ഞെങ്കിലും ആ മുന്നണി അത്ര പ്രബലമായിരുന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ആകും അല്ല, ഈ 3 മുന്നണിയും ശക്തമാകും, ത്രികോണ മത്സരങ്ങൾക്ക് കളമൊരുക്കും വിധം അവർക്ക് ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. സാർ, ഈ 3 മുന്നണിയെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലാണ് കേരളം. രാജ്യത്തിന് തന്നെ മുന്നണി രാഷ്ട്രീയത്തിനൊരു മാതൃക കാണിച്ചത് കേരളത്തിൽ നിന്നാണ്. അത് ബൈപോളാർ എന്നുള്ള നിലയിൽ വന്നത് പ്രധാനപ്പെട്ട 2 കക്ഷികൾ, ആ 2 കക്ഷികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റ് കക്ഷികൾ, അത് മിഡിൽ ലെവൽ ശക്തികളുണ്ട്, ലോവർ ലെവൽ ശക്തികളുണ്ട്, വളരെ സ്മോൾ ലെവൽ ചെറിയ പാർട്ടികൾ, സ്പ്ലിൻഡർ പാർട്ടീസ്. അങ്ങനെ ഈ 2 മുന്നണികൾ, ഒന്ന് കോൺഗ്രസ് ലെഡ് അലയൻസ്, മറ്റൊന്ന് CPIM ലെഡ് അലയൻസ്. ഇങ്ങനെയാണ് ബൈപോളർ പൊളിറ്റിക്സ് പോയത്. അതെ, 80-ന് മുമ്പും കോൺഗ്രസ് ഒരു വശത്തും മറുവശത്ത് കമ്മ്യൂണിസ്റ്റിൻ്റെ ലെവലിൽ മറ്റൊരു ഓർഗനൈസേഷൻ. അത് പലപ്പോഴും മുന്നണി രാഷ്ട്രീയമായി വന്നില്ലെങ്കിൽ പോലും ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായി. ഉദാഹരണമായിട്ട് 1960-ൽ 3 പാർട്ടികൾ ചേർന്നൊരു മുന്നണിയായിരുന്നു കോൺഗ്രസും ലീഗും PSP. മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് 65-ലെ മിഡ് ടേം ഇലക്ഷൻ വന്നപ്പോൾ അന്ന് CPM, മുസ്ലിം ലീഗ്, SSP അന്നേ മുന്നണി വന്നു. അവരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണ, അതിലാണ് CPM കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായത്. മറുവശത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന്
ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ശ്രമങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുന്ന അലയൻസും ആകാം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളതുമാകാം. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ അന്ന് വളരെ പ്രശസ്തനായ ലോഹിയ പറഞ്ഞൊരു കാര്യമുണ്ട്. പരോക്ഷമായിട്ട് NSSന്റെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു 57 വിജയത്തിന്റെ പിറകിൽ എന്ന് റാം മനോഹർ ലോഹിയ പറഞ്ഞത് ഈ സമയത്ത് നമ്മൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ തെരഞ്ഞെടുപ്പ് ധാരണകൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം 48നും 56നും ഇടയ്ക്ക് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കൂടി ആകെ കൂടി 6 തിരഞ്ഞെടുപ്പും 8 മന്ത്രിസഭകളും ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയ അസ്ഥിരത വന്നപ്പോൾ യാതൊരു സംശയവുമില്ല, മുന്നണി രാഷ്ട്രീയമല്ലാതെ മാറത്തില്ല വഴിയിൽ. അപ്പോൾ അതുകൊണ്ട് 80-ൽ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ജെനിസിസ് തിരുവാങ്കൂർ കൊച്ചി തൊട്ട് തന്നെ തുടങ്ങാം. പക്ഷെ എന്തായാലും 57 തൊട്ടേ ഉണ്ട്. ഇത് ഞാൻ മാത്രമല്ല, പല നേതാക്കന്മാരും ഇത് പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് 6 സ്വതന്ത്രന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ആ 6 സ്വതന്ത്രന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിൽ തന്നെ ജയിച്ചത്. എന്നാൽ ആ പിന്തുണയിലാണ് ആ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കിട്ടി. സ്ട്രക്ചറലി അതെ. ആ ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നു മൂന്നാമത് മുന്നണി രംഗപ്രവേശം ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ BJP മുന്നണിയെ കുറിച്ച് സാറിന്റെ പ്രതീക്ഷ എന്താണ്? മൂന്നാം മുന്നണി അഥവാ NDA സമീപകാലത്ത് ശക്തിപ്പെട്ടത് നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യകാലം 1%, 2% വോട്ടൊക്കെ നേടി. പിന്നീട് 87 ഇലക്ഷനിൽ 6% വോട്ട് നേടി. അങ്ങനെ പടിപ്പടിയായിട്ട് കയറി വന്ന് പിന്നീട് കണ്ടൊരു പാറ്റേൺ പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറച്ചുകൂടി വോട്ട് കിട്ടും, അസംബ്ലിയിൽ കുറയും. അങ്ങനെയുള്ളൊരു പാറ്റേൺ ആയിരുന്നു. അതെല്ലാം മാറി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് 20% വോട്ട് പാർലമെൻറ്റിൽ NDAക്ക് ലഭിക്കുകയുണ്ടായി. ഇനിയും അസംബ്ലിയിൽ അത് കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയാണ് ഉള്ളത്. കാരണം ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിനിടയ്ക്ക് BJPയുടെ ദേശീയ നേതൃത്വം കേരളത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സഖ്യകക്ഷികൾക്ക് വേണ്ടിയുള്ളൊരു കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു. അത് വലുതായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് അവർ ഉദാഹരണമായിട്ട് ഇപ്പോൾ BDJS കുറച്ചു കാലമായിട്ട് 2016 ശേഷം ഉറപ്പായിട്ട് NDAയുടെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ 2020 വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പാർട്ടികൾ വളരെ ശക്തമല്ലെങ്കിലും NDAയിലേക്ക് വരുന്നത് അവർക്കൊരു ലെജിറ്റിമസി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 പ്രധാനപ്പെട്ട UDFും LDFും വളരെ കാലമായി ഒരു ജനങ്ങളുടെ മനസ്സിലങ്ങ് എത്തിച്ചേർന്നതാണ്. ഈ 2 മുന്നണികളെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ക്രിട്ടിക്കൽ മാസ് വോട്ടിംഗ് ഉണ്ടെങ്കിലേ NDAക്ക് തനിച്ച് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ. ആ നിലയിലേക്ക് NDA എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അവരെഴുതിത്തള്ളാനും പറ്റത്തില്ല. കാരണം പാർലമെൻറ്റിൽ ഒരു ലോക്സഭാ സീറ്റും 2 സ്ഥലത്ത് നിർണായകമായ പെർഫോമൻസും ലോക്സഭയിൽ കാണിച്ചു. 20% വോട്ടും കിട്ടി. അത് ഒരു പക്ഷേ മോദിക്ക് അനുകൂലമായ വോട്ടായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വന്നതിന് ശേഷം BJPയുടെ പ്രവർത്തനത്തിൽ ഒരു പുതിയൊരു പാത വെട്ടിത്തുറന്നു. അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് പരമ്പരാഗതമായ ഹിന്ദുത്വ ആശയത്തിന് പകരം വികസനമാണ് മുഖ്യം. ആ ആശയം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തവണ സമീപകാലത്തേക്കാൾ BJPയുടെ സംഘടന ശക്തമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു, കൊടുങ്ങല്ലൂർ വിജയിച്ചു, പന്തളം പോയത് നമുക്കറിയാം, പാലക്കാട് ഭൂരിപക്ഷം കിട്ടി, കഷ്ടിച്ചായാലും ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ BJP കുറേശ്ശെ വളരുന്നുണ്ട്. പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ലെങ്കിൽ പോലും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്തവണ അവർക്ക് ഒരു 5 സീറ്റും ഒരു 20%-നടുത്ത് വോട്ടും കിട്ടിയില്ലെങ്കിൽ BJPയുടെ മുന്നോട്ടുള്ള വഴി ദുർഘടമാകും. അപ്പോൾ അതിനുവേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവർ ചില കോൺസ്റ്റിറ്റ്യുവൻസീസ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാരണം ഒരു 35ഓളം കോൺസ്റ്റിറ്റ്യുവൻസീസിലെങ്കിലും 140-ൽ 35ഓളം കോൺസ്റ്റിറ്റ്യുവൻസിലെങ്കിലും BJPക്ക് 40,000-ന് മുകളിൽ വോട്ടുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് കുറച്ചുകൂടി നന്നായി പ്രവർത്തിച്ചാൽ ഇപ്പോൾ തന്നെ 2ാം സ്ഥാനത്തും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 9 1ാം സ്ഥാനത്തും ഒക്കെ വന്നപ്പോൾ എന്തുകൊണ്ട് അത് വിജയത്തിലേക്ക് എത്തിച്ചുകൂടാ? അതിനു മുമ്പ് നേമത്ത് മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 35 കോൺസ്റ്റിറ്റ്യുവൻസീസ് കാര്യമായി ശ്രമിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർ പറയുന്നത് ഞങ്ങൾ 25-എങ്കിലും ജയിക്കുമെന്നാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഘടകമായിട്ട് വളരുക. ഇവർ 2 പേരുടെ അടുത്ത് UDFൻ്റെയും LDFൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും വോട്ടിംഗ് ശതമാനം വർധനവ് കാണിക്കും. മാത്രമല്ല അവർ വളരുന്ന സാഹചര്യം വരുമ്പോൾ UDFൽ നിന്നല്ലെങ്കിൽ LDFൽ നിന്ന് കുറച്ച് കക്ഷികളെങ്കിലും മാറി NDAയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മൂന്നാം മുന്നണിയുടെ പ്രസക്തി ഈ 2 മുന്നണികളുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുമോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും തെറ്റിക്കും. അത് തന്നെയാണ് അറിയേണ്ടത്. ഈ മൂന്നാമതൊരു മുന്നണി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ത്രികോണ മത്സരങ്ങളുടെ സാധ്യത കൂടണം. അതെ, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ
കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സാർ പ്രധാനമായിട്ട് കാണുന്ന ത്രികോണ മത്സര സാധ്യത എവിടേക്കാണ്? തീർച്ചയായിട്ടും ബി ജെ പിക്ക് ശക്തമായ ത്രികോണ മത്സരം നമുക്കറിയാമല്ലോ. പിന്നെ തിരുവനന്തപുരത്ത് നേമത്ത്, വട്ടിയൂർക്കാവില്, കഴക്കൂട്ടത്ത്, കാട്ടാക്കട, നെടുമങ്ങാട്, ഇങ്ങനെ എടുത്തു പറയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂറുണ്ട്, കായംകുളമുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആറ്റിങ്ങലുമുണ്ട്. നമ്മൾ തെക്കൻ ഭാഗത്ത് ആറ്റിങ്ങലുണ്ട്. പിന്നെ എറണാകുളം ജില്ല, ഇടുക്കി ജില്ലയിൽ അത്ര വലിയ ശക്തി കണ്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂരിലെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗുരുവായൂർ വെച്ച് ബാക്കി 6 ബി ജെ പി ലീഡ് ചെയ്തതാണ്. അതിൽ തൃശ്ശൂർ അസംബ്ലിയിൽ പത്മജ മത്സരിക്കുന്ന അവിടെയും ഒരു ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം നിരന്തരമായി 2ാം സ്ഥാനത്ത് കഴിഞ്ഞ ഒരു 25 വർഷമായി ബി ജെ പി വരുന്ന മഞ്ചേശ്വരവും കാസർഗോഡും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ ഈ ത്രികോണ മത്സരം കൊണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടായേക്കാം. അത് സ്ഥാനാർത്ഥികളുടെ മികവനുസരിച്ചും ബാക്കി 2 മുന്നണികൾ മത്സരിക്കുന്ന സാഹചര്യം അനുസരിച്ചും ഇരിക്കും. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സമീപകാല രാഷ്ട്രീയം അതിനകത്ത് ഒരു വലിയ പ്രസക്തിയുള്ള ഘടകമാണ്. പിന്നെ NDA പറയുന്ന വികസനം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം എത്തി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പിന്നെ പരമ്പരാഗതമായി കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായി നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം നിൽക്കുന്നതുകൊണ്ട് ഈ കണ്ടസ്റ്റ് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിന്റെ സ്വഭാവം നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലബാറിൽ അത് പറയുമ്പോൾ ലെഫ്റ്റിന്റെ അടിത്തറ ഹിന്ദു അടിത്തറയാണെന്ന് പൊതുവെ പറയാറ്. ബി ജെ പിയുടെ അടിത്തറ ഹിന്ദു അടിത്തറയാണ്. ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടല്ലേ ബി ജെ പിക്ക് കിട്ടുന്നുള്ളൂ. വളരെ നാമമാത്രമാണ്. അപ്പോൾ ലെഫ്റ്റും ബി ജെ പിയും ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് മത്സരിക്കുന്നത്. ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി, അത് ലെഫ്റ്റിന് കുറച്ചുകൂടി ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ധാരണയുണ്ടെന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ലെഫ്റ്റിന് ഗുണമാണോ കിട്ടുന്നത്? കാരണം ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ലേ നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും മതമനുസരിച്ചും ജാതി അനുസരിച്ചും എല്ലാം വോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. പൊളിറ്റിക്സ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ കാസ്റ്റിൻ്റെ ഫാക്ടറും സ്ഥാനാർത്ഥിയുടെ മികവും ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും അപ്രവചനീയമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഒരു കണ്ടസ്റ്റ് വരുമ്പോൾ നമുക്ക് വളരെ ക്ലീനായിട്ട് ഒരു 100 സീറ്റ് UDF ജയിക്കും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. LDFും അതുപോലെ 100 സീറ്റിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല. BJP ആകട്ടെ 35-45 സീറ്റിനപ്പുറം അവരും പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ മലബാറിൽ കണ്ണൂർ, പാലക്കാട് മേഖലയിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത കോട്ടകളാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. വയനാട് വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ഇത് ആ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ നേച്ചർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ എല്ലാ പാർട്ടികൾക്കും ഒരുവിധം ശക്തിയുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് അനുസരിച്ച് ഒരു സുഖപ്രാദേശികത്വം ഇതിനകത്തുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം വരുന്ന ജില്ലകൾ നമുക്കറിയാം. കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്, മലയോര കർഷകർ ശക്തിയായിട്ട് ഉള്ള മേഖല, കുടിയേറി പാർത്ത മേഖലകളുണ്ട്. ഈവൻ ആലപ്പുഴയിലും ഒക്കെ കുറച്ചുണ്ട്. പക്ഷേ ആലപ്പുഴ വീണ്ടും ഇടതിനും BJPക്കും ലെഫ്റ്റിനും കോൺഗ്രസിനും ഒക്കെ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. വീണ്ടും കൊല്ലം ലെഫ്റ്റിൻ്റെ ശക്തി കേന്ദ്രം തന്നെ, വളരെ വലിയ ശക്തി കേന്ദ്രമാണ്. തിരുവനന്തപുരം ആണ്, പക്ഷേ അവിടെ ട്രൈപോളറായി. അപ്പോൾ നമുക്കിപ്പോൾ ബൈപോളറിസം ഇല്ല, ട്രൈപോളറാണ്. അപ്പോൾ 3 മുന്നണികൾ തുല്യമല്ലെങ്കിലും അവർ മത്സരിക്കുന്നത് ഈ കണക്കാക്കുന്ന പരമ്പരാഗത കണക്കിൽ നടത്തുന്ന പ്രവചനങ്ങൾ അസാധ്യമാക്കുകയാണ്.